ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ റനാജ് മഷ്റഫ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന, നിങ്ങളെല്ലാവരും ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഒരു ബാക്ക് ടു സ്കൂൾ സ്റ്റേഷനറി ഷോപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആദ്യം തന്നെ ലൈക്ക് ചെയ്യണേ, പിന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടുമല്ലോ എന്തൊക്കെയാണ് നമുക്ക് വാങ്ങിക്കേണ്ടത്. ഇപ്പോൾ ഞാനാണെങ്കിൽ അങ്ങനെയാണ്, നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വീഡിയോസ് കാണുമ്പം നമുക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കാനുള്ളതെന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിലോട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഗൈസ്, അപ്പോൾ ഇനി ഞങ്ങൾ സ്റ്റേഷനറി ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി റെഡി ആവുകയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് റെഡി ആവുന്ന കൂടി കാണിച്ചു തരാം. അപ്പോൾ ഒരു സംഭവം എനിക്ക് പറയാനുണ്ട് ഗൈസ്, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ നിങ്ങൾ ഈ നോർമൽ ആയിട്ടുള്ള ആലോജൽ മോയ്സ്ചറൈസർ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അല്ലെ. പക്ഷെ അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ കുറച്ചു നേരം ഹൈഡ്രേഷൻ തരും, പക്ഷെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഭയങ്കര ഗ്രീസിയും സ്റ്റിക്കി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പറയാട്ടോ. പക്ഷെ നിങ്ങൾ ആരും പേടിക്കേണ്ട, അതിനൊരു അടിപൊളി സംഭവം എന്റെ അടുത്തുണ്ട്. ഇതാണ് പറഞ്ഞ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. ഇതാണ് മാമാ എർത്തിന്റെ അലോ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ. ഇത് ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ സാധാരണ മോയ്സ്ചറൈസർ ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 6 times മോർ ഹൈഡ്രേഷൻ തരുന്നതായിരിക്കും. അപ്പൊ ഞാൻ ഇതൊക്കെ അപ്ലൈ ചെയ്ത് റെഡി ആവുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലോങ് ലാസ്റ്റിംഗ് നോൺ സ്റ്റിക്കി ഹൈഡ്രേഷൻ തരുന്ന ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണിത്. അലോവേരയുടെയും ഹൈലറോണിക് ആസിഡിന്റെയും ഗുഡ്നസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അലോവേര നമ്മുടെ സ്കിന്നിനെ സൂത്ത് ചെയ്യും, ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യും. ഇതിൽ ഹാർംഫുൾ കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടില്ല. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ക്വിക്ക് ആയിട്ട് തന്നെ അബ്സോർബും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഡീഹൈഡ്രേറ്റഡ് സ്കിൻ ആണുള്ളതെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു നോൺ സ്റ്റിക്കി ഫീൽ ആണ് നമ്മുടെ സ്കിന്നിന് തരുന്നത്. ഇതേ മോയ്സ്ചറൈസറിന്റെ ഡിഫറെന്റ് വേരിയൻസ് ആയിട്ടുള്ള വൈറ്റമിൻ സി, റൈസ് ട്യൂബി, ബീട്രൂട്ട് ഒക്കെ നിങ്ങൾ ചൂസ് ചെയ്യാവുന്നതാണ്. ഒരു കയ്യിൽ ഞാൻ റെഗുലർ അലോവേര ജെല്ലും മറ്റേ കയ്യിൽ മാമാ എർത്തിന്റെ ആലോ ജെല്ലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിഫറൻസ് കാണാലോ, നല്ല രീതിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കാം മാമാ എർത്തിന്റെ ജെല്ല് റെഗുലർ ആലോ ജെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 6 times മോർ ഹൈഡ്രേഷൻ തരുന്നതായിരിക്കും. മാമാ എർത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കിനെ വാല്യൂ ചെയ്യുന്നുണ്ട്. ഓണിയൻ ഷാംപൂ ഫീഡ്ബാക്കിന്റെ ബേസിസിൽ അവർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവർ അവരുടെ പ്രൊഡക്ട്സ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻസിലൂടെ ബെറ്റർ ക്വാളിറ്റിക്ക് വേണ്ടി എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുണ്ട്. മാമാ എർത്തിന്റെ പ്രൊഡക്ട്സ് സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. നിങ്ങൾ മാമാ എർത്തിന്റെ സ്റ്റോർസ് ഒക്കെ കാണാറുണ്ടോ? കമന്റിൽ അറിയിക്കാം കേട്ടോ. എന്റെ കൂപ്പൺ കോഡായ 5-20-25 യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാമാ എർത്തിന്റെ വെബ്സൈറ്റ് ആൻഡ് ആപ്പിൽ 20% ഓഫ് കിട്ടുന്നതായിരിക്കും. ഈ പ്രൊഡക്റ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പർപ്പിൾ ആൻഡ് നിയർ ബൈ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പം ഞാൻ ആദ്യം ബാഗുകളൊക്കെ കാണിച്ചു തരാം. ബാഗുകളൊക്കെ എപ്പോഴത്തെയും പോലെ നല്ല വെറൈറ്റി ആയിട്ടും പല കളറിലും ഒക്കെ ഉണ്ട്. പിന്നെ ബാഗുകൾക്ക് പലതിനും ഓഫറും ഉണ്ട് ഗൈസ്. ചിലതിന് 50%, 60% അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ബ്രാൻഡഡ് ബാഗുകൾക്ക് മാത്രമാണ് ഓഫർ ഇല്ലാത്തത്. അപ്പോൾ 3000 ഉള്ള ബാഗിന് 1500 അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ജെനിയുടെ ബാഗുകളൊക്കെ ഇത് കണ്ടോ, ഇത് കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചിരുന്നായിരുന്നു. അവരുടെ ബാഗുകളൊക്കെ എപ്പോഴും നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സിലൊക്കെ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. 1200, 300 അങ്ങനെ എല്ലാ റേറ്റിനും, ചെറിയ റേറ്റിനും ഒക്കെ ഉണ്ട്. ഇതെന്താ മനസ്സിലായില്ലേ ഗൈസ്? ഇത് വാട്ടർ ബോട്ടിലാണ്. ഇതിൻ്റെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി കണ്ടപ്പോൾ. കണ്ടോ, വേറെ കളറിൽ, വൈറ്റ് കളറിലും ഉണ്ട്, ബ്ലാക്ക് കളറിലും ഉണ്ട്. പിന്നെ അതൊക്കെ ബോക്സുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതെന്താണെന്ന് അറിയോ ഗൈസ്? കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ കുറേ ഇങ്ങനെ മിനി ആയിട്ടും ഒക്കെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട്. ആ ബോക്സുകളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച സാധനം, മിനി ഫാനാണ് ഗൈസ്. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇങ്ങനത്തെ കുറേ മാർക്കറിനൊക്കെ 25 rupees ഒക്കെയാണ്. ഇത് സ്പിന്നറാണ് ഗൈസ്. പിന്നെ ഒരുപാട് ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. കണ്ടോ, ഇറേസേഴ്സ്, ഇങ്ങനെയുള്ള ക്യൂട്ട് ലിപ്സ്റ്റിക് മോഡലും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ചെറുതാവാൻ തോന്നും ഒക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്രാക്ടർ സെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. പിന്നെ ഇത് ബ്രഷ് പെൻസ് ആണ്. അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ എപ്പോഴുള്ള പോലെ തന്നെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 225 ആണ്. കുറേ പ്രൈസൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ പോസ് ചെയ്ത് നോക്കിക്കോളൂ. ഇത് ക്ലേ ബോക്സ് ആണ് ഗൈസ്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. 359 rupees ആണ് ഈ ഒരു സെറ്റിന് വരുന്നുള്ളത്. പിന്നെ ഇതൊക്കെ പെയിൻറ്റുകളൊക്കെയാണ്. പിന്നെ ലയാൻ ഇപ്രാവശ്യം പറഞ്ഞായിരുന്നു അവൾ കളർഫുൾ ബാഗൊന്നും വാങ്ങിക്കുന്നില്ല, ബ്ലാക്ക് കളറാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഇത് സ്റ്റിക്കി നോട്ട്സ് ആണ്, ഇതിന് 70 rupees ആണ്. പിന്നെ എന്താണ്, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇത് പോളോഗം എന്ന് പറയുന്നൊരു സാധനമാണ് ഗൈസ്. പിന്നെ ഒരുപാട് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ തരത്തിലും കാണിക്കുന്നുണ്ട്, എല്ലാ ക്ലാസ്സുകാർക്കും യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട്, ചെറിയ ക്ലാസ്സുകാർക്കൊക്കെ. പിന്നെ എനിക്കും ഇപ്പോഴും ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സൊക്കെ ഇഷ്ടമാണ്, അത് വേറെ കാര്യം.
പിന്നെ എന്താണ് കുറേ പൗച്ചുകൾ, ഇതേ ഒരു പൗച്ച് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിന് 90 റുപ്പീസാണ് ഗൈസ്. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. സാധാരണ പൗച്ചുകളൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് ഉണ്ടാകാറ്. പിന്നെ ഇവിടെ ഒരു ബോട്ടിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നു. ബോട്ടിൽസ് ഞാൻ ജസ്റ്റ് കാണിച്ചാണ്, വേറെ കാണിക്കുന്നുണ്ട്. ബോക്സുകൾ ഇങ്ങനെ ഒരുപാടുണ്ട് ഗൈസ്, നല്ല ഭംഗിയിലൊക്കെയുള്ള ബോക്സുകളുണ്ട്. പിന്നെ അത് ഈ ഒരു ബോട്ടിൽ ലാൻ വേണമെന്ന് ലാൻ പറയുന്നുണ്ടായിരുന്നു. ഇപ്രാവശ്യം ലാൻ ഇങ്ങനത്തെയാണ് വാങ്ങിക്കുന്നത്. അതിപ്പോൾ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നു, കുറേ പേരെടുത്ത് ഞാൻ കാണാറുണ്ട്. പിന്നെ എന്താണ് ഇതെന്താ സംഭവം നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ഇവിടെ നിന്ന് പേര് നോക്കിയിട്ടില്ല. പിന്നെ അതേ പെന്നുകളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറേ പൗച്ചുകളൊക്കെയാണ്. ഇതൊക്കെ കാണാൻ കൊള്ളാം, നല്ല രസമുണ്ട്. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.